ഉപ്പുവെള്ളം കയറിയതിനെ തുടർന്ന് വിളനാശമുണ്ടായ കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ സംഭരണ തുകയായി 1,17,00,000 രൂപ അനുവദിച്ചതായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. ഉപ്പുവെള്ളം പാടശേഖരങ്ങളിൽ കയറിയതിനെ തുടർന്ന് പതിരായ നെല്ല് സംഭരിക്കുന്നതിൽ മില്ലുകാർ വിമുഖത കാണിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടതെന്നും മന്ത്രി. ഉഷ്ണതരംഗത്തെ തുടർന്ന് പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളം കയറിയതുമൂലം വലിയ തോതിൽ വിളനാശം നേരിട്ട കർഷകരിൽ നിന്നും കൃഷി വകുപ്പ് നേരിട്ട് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് മുഖേന സംഭരിച്ച നെല്ലിന് സംഭരണ തുകയായി 1,17,00,000 രൂപ അനുവദിച്ചതായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പ്രസ്താവിച്ചു. ഉപ്പുവെള്ളം കയറിയ പാടശേഖരങ്ങളിലെ നെല്ല് സംഭരിക്കാൻ മില്ലുകാർ വിമുഖത കാണിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടത്. എന്നാൽ കർഷകരിൽ നിന്നും നേരിട്ട് നെല്ല് സംഭരിക്കാൻ സർക്കാരിന് കടമ്പകൾ ഏറെ ഉണ്ടായിരുന്നുവെന്നും എങ്കിലും ക്യാബിനറ്റിൽ ഇക്കാര്യം അവതരിപ്പിച്ച് മുഖ്യമന്ത്രിയുടെയും ധനകാര്യ വകുപ്പ് മന്ത്രിയുടെയും എല്ലാവിധ പിന്തുണയോടും കൂടെ നെല്ല് സംഭരിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉപ്പുവെള്ളം കയറിയ പാടശേഖരങ്ങളിലെ നെല്ല് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് മുഖേന സംഭരിച്ചതിന്റെ വില വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ അമ്പലപ്പുഴ MLA H സലീം അധ്യക്ഷത വഹിച്ചു. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ R രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കൃഷി വകുപ്പ് അഡീഷണൽ ഡയറക്ടർ സിന്ധു, ആലപ്പുഴ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അമ്പിളി C, ജനപ്രതിനിധികൾ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അരൂർ. ട്രിനിറ്റി ജ്വല്ലേഴ്സ് തോപ്പുംപടി ഒരുക്കുന്ന ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 15 വരെ. പണിക്കൂലി 4% മുതൽ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളിലെ ഏറ്റവും മികച്ച ശേഖരം. 92.5 വെള്ളി ആഭരണങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു.